ഈ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു കോമഡി താരമാണ് സാക്ഷാൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ. വെറും ഗോപാലകൃഷ്ണൻ അണ്ണനല്ല, ഗോപാലകൃഷ്ണനുമല്ല, ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ എല്ലാ കാലത്തും ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തുമ്പോഴും ആളുകൾ ചിരിക്കാറാണുള്ളത്. മലയാള സിനിമ ഈ പറയുന്ന സുരാജ് വെഞ്ഞാറമൂടിനെയും സലീം കുമാറിനെ പോലും സീരിയസ് ക്യാരക്ടേഴ്സായി അംഗീകരിക്കുകയും കാണികൾ അവരുടെ വില്ലൻ റോളുകളും അതുപോലെ തന്നെ സീരിയസ് ക്യാരക്ടേഴ്സും ഒക്കെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയും ഇന്ദ്രൻസും ഒക്കെ അടങ്ങുന്നവർ വലിയ ആഴത്തിലുള്ള അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ നേടിയ കാലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാവരും ചിരിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഈ പണ്ട് കുക്കറിലല്ലാത്ത കാലത്ത് അരി തിളയ്ക്കുമ്പോൾ തിളച്ച് തൂവി എന്ന് പറയുന്നത് പോലെ മലയാളികൾ തിളച്ച് തൂകി ചിരിച്ചു പോവും. അത്രമേൽ ആഴവും പരപ്പും വ്യാപ്തിയും പിന്നെ എന്തുവാ പറയേണ്ടത്, ഘനവും ഭാരവും ഒക്കെ നൽകുന്ന ഒരാളാണ് സാക്ഷാൽ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അണ്ണന് ഗുരുത്വാകർഷണ ബലം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അണ്ണൻ്റെ അപ്പൂപ്പൻ താടിയെപ്പോലെ ആളുകൾ സ്നേഹിച്ചും ലാളിച്ചും പുന്നാരിച്ചുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടു, BJPയുടെ ഒന്നാമത്തെ പട്ടികയിൽ അണ്ണനില്ലെന്ന്. ചാനലുകാരൊക്കെ അണ്ണൻ്റെ പേരില്ലെന്നും പറഞ്ഞ് പോസ്റ്റ് ഇടാൻ തുടങ്ങി. വേറൊന്നും കൊണ്ടല്ല അവർ പോസ്റ്റ് ഇട്ടത്, അണ്ണൻ അവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് മലയാളികൾ ചിരിച്ച് ആ വീഡിയോകൾ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് വ്യൂസൊക്കെ കിട്ടി ഈ ചാനലുകൾക്ക് ഒരു വരുമാനമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരൊക്കെ ഇത് ഒന്നാം പട്ടികയിൽ വരാതിരുന്നപ്പോൾ അണ്ണനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അണ്ണൻ അവരോട് അതിൻ്റെ ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ചെയ്യാനൊക്കുന്നൊരു ഉപകാരമാണ് ഒരു ചീള് കാർഡിട്ട് ഗോപാലകൃഷ്ണൻ പട്ടികയിലില്ല എന്നും പറഞ്ഞ് ഒരു സംഗതി കൊടുത്തത്. അങ്ങനെ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായി വന്നു. ഗോപാലകൃഷ്ണൻ്റെ മേൽവിലാസത്തിൽ എല്ലാവരും അണ്ണനെ കളിയാക്കുന്നത് അറബിക്കഥ പറഞ്ഞാണ്. ഒട്ടകത്തിൻ്റെ കഥയൊക്കെ അണ്ണൻ പണ്ട് എന്തോ പറഞ്ഞ കൂട്ടത്തിൽ, എന്നാൽ പിന്നെ ആ പേര് അണ്ണന് തന്നെ കിട്ടുകൊടുത്തു. ഞങ്ങളുടെ ഇവിടെ പണക്കാരൻ എന്ന് പറയുന്ന ഒരു ഗതിയില്ലാത്ത ഒരാളുണ്ട്. അയാളെ പണക്കാരൻ ഇട്ടേ എന്തിനാന്ന് ചോദിച്ചാൽ എപ്പോഴും ആളുകളോട് പുള്ളി പറയാം, നമുക്ക് പണം ഉണ്ടോടാ, നമ്മൾ എന്നാടാ ഒരു പണക്കാരനാവുന്നത് എന്ന് ചോദിച്ച് ആളുകൾ മൊത്തവും കൂടെ പണക്കാരൻ ഇട്ട് കൊടുത്തു. ചിലത് അളിയന്മാരുണ്ട്, കാരണം എല്ലാവരെയും അളിയ എന്ന് വിളിച്ച് അവൻ്റെ പേരങ്ങ് അളിയാന്ന് ഇട്ട് കൊടുത്തു എന്ന് പറയുന്ന പോലെയാണ് ഗോപാലകൃഷ്ണന് ഒട്ടകം വീണത്. അണ്ണൻ ഗുരുവായൂർ വന്നിറങ്ങി അണ്ണൻ്റെ തനി പ്രയോഗം നടത്തി മലയാളികൾ ചിരിക്കുക. അയ്യപ്പന്റെ മണ്ണിൽ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി, ഗുരുവായൂർ ക്ഷേത്രം അന്തർദേശീയ തലത്തിൽ വിശിഷ്ടമായി നിൽക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വികാസം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രനടയിൽ, എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല? ഗുരുവായൂരപ്പനെ സംരക്ഷിക്കാൻ ഇത്രയും വിശ്വാസികളുടെ പരകോടി വരുന്ന വിശ്വാസികളുടെ അവരുടെ സകല ക്ഷേമൈശ്വര്യങ്ങൾക്കും കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു പോരുന്ന ഗുരുവായൂരപ്പനെ സംരക്ഷിക്കാൻ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ വേണമെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് കാണുന്നത്? അണ്ണൻ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ മനസ്സിലാക്കിയിരിക്കുന്നത്? അണ്ണനെ പോലെ ഒരാളാണോ ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ സംരക്ഷിക്കേണ്ടത്? പറയുമ്പോൾ അണ്ണൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, അതും ഗുരുവായൂരപ്പൻ്റെയും പേരാന്നൊക്കെ പറയുന്നെങ്കിലും അണ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലേ അണ്ണ? ഗുരുവായൂരപ്പൻ ആരാ, ഗോപാലകൃഷ്ണൻ ആരാ? അതിനെ സംബന്ധിച്ചൊരു തിരിച്ചറിവ് അണ്ണന് വേണ്ടേ? ഞാൻ വന്നാലേ ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കാനൊക്കൂ, അന്താരാഷ്ട്ര നിലവാരം നടത്താനൊക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അണ്ണനും അണ്ണൻ്റെ ഇൻഷ്യലിലുള്ള എന്ന് പറഞ്ഞ അണ്ണൻ്റെ പിതാവായിരിക്കും. അദ്ദേഹത്തിൻ്റെയും ഒക്കെ പിതാവിൻ്റെ അപ്പുറത്തെ കാലം മുതൽ ഈ ലോകപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രവും അവിടുത്തെ ഗുരുവായൂരപ്പനുമൊക്കെ അതിൻ്റെ ശോഭയോടെ തിളക്കത്തോടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അവിടെ തന്നെ ഉണ്ട്. അതിനകത്തോട്ട് അണ്ണൻ ഒരു തള്ളി അങ്ങ് വെക്കുക. അണ്ണാ എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നതിനൊരു യോഗ്യത വേണം, അതിനൊരു സെറ്റായിരിക്കണം.
ഇവിടെ ഹിന്ദുമത വിശ്വാസികളാണ് വേണ്ടതെങ്കിൽ നമുക്ക് എത്രയോ വേറെ ആളുകളെ പറയാനുണ്ട്. സാക്ഷാൽ നമ്മുടെ അന്തരിച്ചു പോയ ലീഡർ കെ കരുണാകരൻ സാറ് അവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെയും പറയും. കാരണം ആ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് എല്ലാ 1-ാം തീയതിയും നിഷ്കളങ്കമായ മനസ്സോടെ അവിടെ പോയി കദളിക്കുല വെച്ച് സമർപ്പിക്കുന്ന കരുണാകരൻ്റെ ആ ഭാവവും നിഷ്കളങ്കതയും, ബാക്കി എല്ലാത്തിലും കരിങ്കാലി എന്ന് പലരും വിളിച്ച കരുണാകരനെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി, ആ വിഷയത്തിൽ ഒരാൾ പോലും കളങ്കം പറഞ്ഞിട്ടില്ല. ഇനി അതല്ല BJP-ക്കാരൻ വേണമെങ്കിൽ ഓ രാജഗോപാലേട്ടനെങ്കിലും വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഗോപാലകൃഷ്ണൻ എന്തിനാണ് ഈ പറഞ്ഞേ? ഗോപാലകൃഷ്ണനെ കൊണ്ട് സംരക്ഷിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? ഭക്തജനങ്ങളുടെ പരകോടികളല്ലയോ ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുന്നത്, മുന്നിലും പിന്നിലും ചുറ്റിലുമായി പ്രാർത്ഥനകൾ കൊണ്ട് നിറയുന്നത്. വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ ജീപ്പും സ്വർണവും ഒക്കെ വിശ്വാസികൾ കൊണ്ടുവന്ന് മറിച്ചു കൊടുക്കുന്നിടത്ത് ഗോപാലകൃഷ്ണൻ ഇരുന്നാലുള്ള അവസ്ഥ എന്തുവാ? ഗോപാലകൃഷ്ണൻ്റെ ഒരു കാര്യമേ, അണ്ണൻ ഉടൻ തന്നെ അണ്ണനാകുന്നൊരു ഹിന്ദു, ഗോപാലകൃഷ്ണൻ എന്ന ഞാനാകുന്നൊരു ഹിന്ദു ഗുരുവായൂരമ്പലത്തിൽ ജയിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ പേരും പ്രശസ്തിയും കൂടും എന്നൊക്കെ പറഞ്ഞാലേ എന്തൊരു പറച്ചിലാണ് അത്. ഇത് മലയാളികളോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കുന്നത് എന്താ? അണ്ണൻ എന്തെങ്കിലും ഒരു കാലത്തൊന്ന് നല്ല സീരിയസ് ആയിട്ട് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റിയ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തൃശ്ശൂരിൽ പണ്ട് ഇലക്ഷനിൽ എന്ന് വോട്ട് പിടിച്ചപ്പോൾ അവരോട് അച്ഛന്മാരെ വിളിച്ചേച്ച് പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കൂടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അതൊക്കെ അച്ഛന്മാർക്ക് അറിഞ്ഞുകൂടെ? അവരപ്പോഴേ അണ്ണന് വിലയിട്ട് കാണത്തില്ലയോ? അണ്ണൻ രാത്രി വിലയെങ്കിലും ഇട്ട് കാണുമോ എന്നവർ? പിന്നെ എന്തെങ്കിലും കാര്യത്തിന് അവർ അണ്ണനെ വിളിച്ചിട്ടുണ്ടാവുമോ? ഒരു തവണ പോലും വിളിച്ച് കാണത്തില്ല. കാരണം അണ്ണൻ്റെ കയ്യിലൊന്നുമില്ല, വെറും ഹോളാണെന്ന് അവരെല്ലാം അറിഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് അണ്ണൻ അങ്ങനെ പോയി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എല്ലാ സ്ഥലത്തും പല പല ക്ഷേത്രങ്ങളുണ്ട്, അതുപോലുള്ള സംഗതികൾ, പല പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എല്ലാം അതേ ജാതിയിൽപ്പെട്ടവർ തന്നെ വരണം എന്ന് വെച്ചാൽ അതിന് പറ്റുന്ന ആളുകൾ ഭക്തരായിട്ടും പ്രസിഡൻ്റായിട്ടും അതിൻ്റെ കാര്യകർത്താക്കളായിട്ടും ബോർഡായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അണ്ണൻ അവിടെ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്ന് മാത്രമല്ല, അണ്ണനെപ്പോലെ ഒരാൾ വന്നാണ് ഗുരുവായൂരപ്പന് പ്രശസ്തി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നാണക്കേട് ഗുരുവായൂരപ്പനും ഹിന്ദുമത വിശ്വാസികൾക്കും ഉണ്ടാകാൻ ഇല്ല. സത്യത്തിൽ എത്ര വോട്ട് അവിടെ അണ്ണന് കുറയുന്നോ അത്രയും ഹിന്ദുമത വിശ്വാസികളുടെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തായാലും അണ്ണൻ്റെ വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ അറിയാനായിട്ട് കാത്തിരിക്കുക. ഗുരുവായൂരപ്പന് ഒരു പരിഗണനയും ഒരു ആരാധനാഭാവവും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ വിശ്വാസികൾ കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊന്നറിയണം.